അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചഗംഗ ദിവസങ്ങളോളം പടിപ്പുര വാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കും. പക്ഷേ ആരും വന്നില്ല. ഉണർന്നെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി. വിവാഹം കഴിഞ്ഞ് ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു. ഗംഗ വന്നു. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീഷ്ണമായ ഒരുതരം തന്മയി ഭാവം. താൻ നാഗവല്ലിയാണ് എന്നൊരു തോന്നൽ. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. வந்து பார்த்தாயா?
തകജം തകജം என் மனம் நீ அறிந்தாயோ തോം 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 മപസനി ദബമ സസമ മഗദഗസമ തോം 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 മപസനി ദബമ സസമ മഗദഗസമ തരികിടതകം തരികിടതകം തരികിടതകജണു തകതിത്തില്ലാന തകതി തരികിടതിത്തില്ലാന തകതി തരികിടജണു തധിമിത ജണു തധിമിത തരികിട തോം 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 മപസനി ദബമ സാനിദ അങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ശീലംപു നൽകി തമിഴകമാകയും ശൃംഗാരറാണിനി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാകയും ശൃംഗാരറാണി